ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ്. അപ്പോൾ ഇന്ന് എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ വളകാപ്പിൻ്റെ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ കാശ്മീർ പോയി വന്നതിന് ശേഷം 2 ദിവസം ഡൽഹിയിൽ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്തായിരുന്നു ഈ ചടങ്ങ് ഉണ്ടായിരുന്നത്. ഗ്രീഷ്മ എന്നാണ് കേട്ടോ സിസ്റ്ററിൻ്റെ പേര്. ഇത് അവളുടെ വളകാപ്പിൻ്റെ തലേ ദിവസമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡൽഹിയിലേക്ക് എത്തിയത് ഈ ദിവസമാണ്. രാവിലെ തന്നെ ഈ മെഹന്തി ഇടുന്നവർ വന്നിട്ട് ഗ്രീഷ്മയ്ക്ക് മെഹന്തിയൊക്കെ ഇട്ടിട്ട് പോയതാണ് കേട്ടോ. ഈവനിങ് ആയപ്പോഴേക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും മെഹന്തി ഇടുന്നതിന് വേണ്ടിയിട്ട് ഇവർ വീണ്ടും വന്നതാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും അവരവർക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനും ഒക്കെ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ ഇടിക്കാനാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്കും ഇവിടെ ഗ്രീഷ്മയുടെ ഹസ്ബൻഡും അതുപോലെ പപ്പയും കൂടിയിട്ട് ബേബി ഷവറിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കേട്ടോ. അതിനുശേഷം ഇതുപോലെ ഒരു തട്ടത്തിൽ കുപ്പിവളകളും ഫ്രൂട്ട്സും ചന്ദനവും കുങ്കുമവും ഒക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചടങ്ങ് തുടങ്ങുന്ന സമയമായിട്ടോ. അപ്പോഴേക്കും കസിൻസും ഫ്രണ്ട്സും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ വിളക്കൊക്കെ കൊളുത്തിയതിന് ശേഷം ചടങ്ങ് തുടങ്ങുകയാണ്. നമുക്കപ്പോൾ ഈ ചടങ്ങിനെക്കുറിച്ച് അങ്ങനെ വലിയൊരു അറിവില്ലാത്തതുകൊണ്ട് തന്നെ ഈ ആൻറ്റി നിന്നിങ്ങനെ ഓരോന്ന് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാണ് കേട്ടോ. ആദ്യം തന്നെ തുളസിയില കൊണ്ട് മഞ്ഞളിൽ ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം അത് 2 കൈയിലും അതുപോലെ തന്നെ കവിളിലും നെറ്റിയിലും ഒക്കെ തൊട്ട് കൊടുക്കും കേട്ടോ. അതിനുശേഷം കുങ്കുമമാണ് കേട്ടോ തൊട്ട് കൊടുക്കുന്നത്. ഇനി കുപ്പിവള പൊട്ടിപ്പോവാതെ നമ്മൾ ഇഷ്ടമുള്ള കളർ അനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ സ്വീറ്റ്സ് കൊടുക്കാം. അതുപോലെ തന്നെ തലയിൽ അരിയും പൂവും ഇട്ട് ആരതി ഒഴിഞ്ഞ് അനുഗ്രഹിക്കാം കേട്ടോ. ഇതാണ് വളകാപ്പിൻ്റെ ചടങ്ങായിട്ട് നമ്മൾ ചെയ്തത്. ഇത് ഗ്രീഷ്മയുടെ അമ്മയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ തുളസിയില എടുത്ത് ഇങ്ങനെ കളഭവും ചന്ദനവും ഒക്കെ ഇങ്ങനെ തൊട്ട് എല്ലാ ചടങ്ങും ചെയ്തു കേട്ടോ.
ഇത് ഗ്രീഷ്മയുടെയും അനീഷിൻ്റെയും പെറ്റാണ് കേട്ടോ. ബ്രൂണോ എന്നാണ് ഇവൻ്റെ പേര്. അവിടെ ചെന്നിട്ട് കുട്ടികളൊക്കെ ഇവൻ്റെ പിന്നാലെ ആയിരുന്നു കേട്ടോ നടപ്പ്. എല്ലാ ചടങ്ങുകളും കഴിഞ്ഞതിന് ശേഷം ഗിഫ്റ്റ് കൊടുക്കുന്ന ചടങ്ങാണ് കേട്ടോ. അതിനായിട്ട് സാരി ഇതുപോലെ പിടിച്ചിട്ട് നമ്മൾ അതിലേക്കാണ് കേട്ടോ ഗിഫ്റ്റ് വെച്ച് കൊടുക്കേണ്ടത്. അങ്ങനെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒത്തിരി ഫോട്ടോസും റീൽസും ഒക്കെ എടുക്കലായിരുന്നു കേട്ടോ. അതിനുശേഷം കേക്ക് കട്ടിംഗ് ആയിരുന്നു കേട്ടോ. ഈ ഒരു തീമിലായിരുന്നു കേട്ടോ കേക്ക് ഉണ്ടായിരുന്നത്. നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടി. അങ്ങനെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഒത്തിരി ഹാപ്പി ആയിട്ട് വളകാപ്പ് ചടങ്ങ് അങ്ങനെ കഴിഞ്ഞു കേട്ടോ. ഇനി കുഞ്ഞുവാവ വരാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് കേട്ടോ. ഇന്നത്തെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.